ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇത് കുറച്ച് വർഷങ്ങൾ മുൻപ് നടന്ന ഒരു സംഭവ കഥയാണ്. അന്ന് ഞാൻ എൻ്റെ IT കമ്പനിയിലെ ജോലിയൊക്കെ റിസൈൻ ചെയ്തിരിക്കുന്ന സമയം. അന്ന് ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു. ഞാൻ ചേച്ചിയുമായി പണിയെടുത്തു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കോളിംഗ് ബെൽ ശബ്ദം കേട്ടത്. അത് കേട്ടതും ഞങ്ങൾ ഞെട്ടിപ്പോയി. ദൈവമേ, അമ്മ ഇത്ര പെട്ടെന്ന് വന്നോ? വരാൻ അല്പം വൈകുമെന്നാണല്ലോ പറഞ്ഞത്. പിന്നെന്താണാവോ ഇത്ര നേരത്തെ വന്നത്? ഞാൻ ചിന്തിച്ചു. ചേച്ചിയാണെങ്കിൽ ആകെ വിയർത്ത് പേടിച്ചിരിപ്പാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി ചേച്ചി വേഗം ഒളിച്ചു നിൽക്ക്. ഞാൻ പോയി കതക് തുറക്കട്ടെ. അല്ലെങ്കിൽ അമ്മയ്ക്ക് സംശയം തോന്നും. അല്ലെങ്കിൽ തന്നെ ഭയങ്കര സംശയരോഗിയാ നമ്മുടെ കാര്യത്തിൽ. അത് കേട്ടതും ചേച്ചി വെപ്രാളത്തിൽ അലമാരി തുറന്ന് അതിനകത്തേക്ക് ഒളിക്കാൻ ഒരു ശ്രമം നടത്തി. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, ഇതെന്തായി കാണിക്കുന്നേ? ഇതിനകത്തൊന്നും ശരിയാവില്ല. ചേച്ചി വേഗം കട്ടിലിനടിയിൽ ഒളിക്ക്. അത് കേട്ട് ചേച്ചി വേഗം കട്ടിലിനടിയിൽ ഒളിച്ചു നിന്നു. വീണ്ടും കോളിംഗ് ബെൽ ശബ്ദം കേട്ടു. ഇതാ വരുന്നു എന്നും പറഞ്ഞ് ഞാൻ ചെന്ന് കതക് തുറന്നു. അപ്പോൾ അത് കൊറിയൻ ഡെലിവറി ചെയ്യുന്ന ഒരു പയ്യനായിരുന്നു. ഗുഡ് മോർണിംഗ് ചേട്ടാ, ചേട്ടന് ഒരു കൊറിയറുണ്ട്. അപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത്. അങ്ങനെ ഞാൻ അത് വാങ്ങി കാശ് കൊടുത്തു. അങ്ങനെ ആ പയ്യൻ പോയി കഴിഞ്ഞ് ഞാൻ കതകടച്ച് കുത്തിയിട്ടു. ഞാൻ ചേച്ചിയെ ഉറക്കെ വിളിച്ച് പറഞ്ഞു, ചേച്ചി പേടിക്കേണ്ട, അത് അമ്മയല്ല. ഞാൻ ഓൺലൈനിൽ നിന്നും ഒരു സാധനം ഓർഡർ ചെയ്തായിരുന്നു, അത് കൊണ്ടുവന്നതാ. അപ്പോഴേക്കും ചേച്ചി ചുരിദാറൊക്കെ ഇട്ട് കൈ രണ്ടും പൊക്കി മുടി ഒതുക്കി കെട്ടിക്കൊണ്ട് ഹാളിലേക്ക് വന്നു. എന്നിട്ട് ദീർഘശ്വാസമെടുത്ത് സോഫയിലിരുന്നു. ഓ, ഇതാണോ? ഞാൻ ആകെ പേടിച്ചു പോയടാ. അത് കേട്ട് ഞാൻ ചിരിച്ചു. ചേച്ചി എൻ്റെ കയ്യിലുള്ള കവർ നോക്കി. ഇതെന്ത് കുന്തമാണാവോ? ഇത് ഷേവിംഗ് സെറ്റും ക്രീമുമാ. ചേച്ചിക്കും ഉപയോഗിക്കാട്ടോ. ആകെ മൊത്തം പൊടിയും മാറാലയും പിടിച്ചിരിക്കുവല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് വൃത്തിയാവണ്ടേ? ഞാൻ ഒരു കളിയാക്കലോടെ പറഞ്ഞപ്പോൾ ചേച്ചി എനിക്കിട്ട് 2 അടി തന്നു. ഓ പിന്നെ, എനിക്കങ്ങ് വയ്യ. ഇതിനൊക്കെ എനിക്ക് വലിയ മടിയാ. നിനക്ക് വേണേൽ നീ തൂത്തുവാരി വൃത്തിയാക്കിക്കോ. അതും പറഞ്ഞ് ഒരു കള്ളച്ചിരിയോടെ ചേച്ചി കാണിച്ചതും ഞാൻ അമ്പരപ്പോടെ നോക്കി. 4-5 തവണ മുൻപ് കണ്ടതാണെങ്കിലും അത് എപ്പോൾ കണ്ടാലും ഒരു അമ്പരപ്പാണ് എനിക്ക്. അങ്ങനെ ഞാൻ സന്തോഷത്തോടെ എല്ലാം തൂത്തുവാരി വൃത്തിയാക്കാൻ തുടങ്ങി. അപ്പോഴേക്കും എനിക്ക് വല്ലാതായിരുന്നു. ചിക്കൻ ബിരിയാണിയുടെ ഗന്ധവും രുചിയും എന്നെ മാടി വിളിച്ചു കൊണ്ടേയിരുന്നു. എങ്കിലും എങ്ങനെയോ തൂത്തുവാരി വൃത്തിയാക്കി. അത് കഴിഞ്ഞ് ചേച്ചി ഒരു കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് എണീറ്റു. എടാ, ഞാൻ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരാട്ടോ. ഇപ്പോൾ വേണോ ചേച്ചി? പിന്നെ കുളിച്ചാൽ പോരെ? എൻ്റെ മനസ്സിലെ പദ്ധതി ഒന്നുകൂടെ നടപ്പിലാക്കാൻ ഞാൻ ഒരു ശ്രമം നടത്തി. പോടാ അവിടുന്ന്, എന്തൊരു ചൂടാ! ഇവിടുത്തെ ഫാനിനാണെങ്കിൽ കാറ്റുമില്ല. ആകെ വിയർത്ത നാശമായി. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പോഴേക്കും നീ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി വെക്ക്. അത് ചേച്ചി, ഞാൻ ഉണ്ടാക്കണോ? ചേച്ചിക്ക് ഉണ്ടാക്കിക്കൂടെ? എനിക്ക് മടിയാ, ഞാൻ അവശതാഭാവത്തിൽ പറഞ്ഞു. ഓഹോ, നിനക്ക് ഇതിനൊക്കെ മടിയാണല്ലേ? അല്ലാതെ എനിക്കിട്ട് ഉണ്ടാക്കാനൊന്നും നിനക്കൊരു മടിയുമില്ലല്ലോ. ചേച്ചി നെറ്റിയിലെയും കഴുത്തിലെയും വിയർപ്പ് കർച്ചീഫ് കൊണ്ട് തുടച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാനാകെ ചമ്മിപ്പോയി. ഞാൻ ഒരു ഇളി പാസ്സാക്കി. എന്നിട്ട് പറഞ്ഞു, ശരി ചേച്ചി, ചേച്ചി പോയി കുളിച്ചേച്ചും വാ. അപ്പോഴേക്കും ഞാൻ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി വെക്കാം, പോരെ? അങ്ങനെ വായിക്കുക. അതും പറഞ്ഞ് ചേച്ചി ചിരിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി. ഞാൻ വേഗം കിച്ചണിൽ ചെന്ന് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങി. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ടേബിളിൽ വെച്ചു. കൂടെ കഴിക്കാൻ ഒരു പ്ലേറ്റിൽ ബനാന ചിപ്സും വെച്ചു. അങ്ങനെ ഞാൻ അതെടുത്ത് ഹാളിലെ ടേബിളിൽ കൊണ്ടുവച്ചു. പിന്നെ TV ഓണാക്കി. അപ്പോഴാണ് ചേച്ചി കുളി കഴിഞ്ഞ് വന്നത്. ചുരിദാറാണ് വേഷം.
ചേച്ചി വന്നപ്പോൾ എനിക്ക് വീണ്ടും ഒരു എന്തോ പോലെയായി. പിന്നെ ഞാൻ ചേച്ചിയോട് കണ്ണുകൊണ്ട് ടി വിയിലേക്ക് നോക്ക് എന്ന് ആംഗ്യം കാണിച്ചു. അപ്പോൾ ടി വിയിൽ നല്ല അടിപൊളി സോങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഇമ്രാൻ ഹാഷ്മിയുടെ ആഷിഖ് ബനായൻ എന്ന സോങ് ആയിരുന്നു. ചേച്ചി അത് നോക്കി, എന്നിട്ട് എന്നെ നോക്കി പോടാ നിനക്ക് ഇനിയും മതിയായില്ലേ എന്നും പറഞ്ഞ് മുറിയിലേക്ക് ചെന്നു. ഞാൻ സോഫയിൽ ഇരുന്ന് കൊണ്ട് തന്നെ മുറിയിലേക്ക് എത്തി നോക്കിയപ്പോൾ ചേച്ചി ഹെയർ ഡ്രയർ കൊണ്ട് മുടി ഉണക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. അപ്പോഴേക്കും ചേച്ചി വന്ന് സോഫയിലിരുന്നു. പിന്നെ ജ്യൂസും ബനാന ചിപ്സും ഒക്കെ കഴിച്ചു. എന്താ കൊള്ളാട്ടോ ചേച്ചി പറഞ്ഞു. പിന്നെ ഞാൻ ചേച്ചിയുടെ മടിയിൽ തലയും ചായച്ച് കിടന്നു. അപ്പോൾ ചേച്ചി എൻ്റെ തലയിൽ കൈകൊണ്ട് പതിയെ മസാജ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് നല്ല സുഖം തോന്നി. എല്ലാ ടെൻഷനും ദൂരേക്ക് ഓടിപ്പോയതുപോലെ തോന്നി. ഞാൻ പറഞ്ഞു, എന്ത് സുഖമാടി ഇങ്ങനെ ഹെഡ് മസാജ് ചെയ്യുമ്പോൾ. സത്യത്തിൽ എനിക്ക് ശരിക്കും അച്ഛൻ്റെ കൂടെ വിദേശത്തൊന്നും പോകണ്ട. എനിക്ക് ഈ നാടും വീടുമൊക്കെ മതി. പിന്നെയും അത് കേട്ടപ്പോൾ ചേച്ചി ചിരിച്ചു. എന്നിട്ട് എൻ്റെ കയ്യിൽ ഒരടി തന്നിട്ട് പറഞ്ഞു, എന്താ മണ്ടത്തരം പറയല്ലേ, നല്ല കുട്ടിയായി നീ അച്ഛൻ്റെ കൂടെ വിദേശത്ത് പോയിക്കോ, അതാ നല്ലത്. എന്നിട്ട് അച്ഛൻ്റെ ഓഫീസിൽ ജോയിൻ ചെയ്യാം. നിന്റെ ഭാവി നീ നശിപ്പിക്കേണ്ട. നിന്റെ അച്ഛൻ്റെ സ്വഭാവം അറിയാലോ. നിന്നെ ഇപ്പോൾ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ, പിന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തെന്ന് വരില്ല കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട. പിന്നെ എൻ്റെ ഭാവി എനിക്ക് ഇഷ്ടമുള്ളതുപോലെയല്ലേ ജീവിക്കേണ്ടത്. എനിക്കിഷ്ടമുള്ള ജോലിയല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ അച്ഛൻ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനും ജോലി ചെയ്യാനും എനിക്ക് വയ്യ. എനിക്കും കുറെ ആഗ്രഹങ്ങളുണ്ട്, എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്നൊക്കെ കേട്ടോ. അതെ എടി, നിനക്ക് സ്വന്തമായി നല്ല സ്ഥാപനമില്ലേ? എനിക്ക് അവിടെ എന്തെങ്കിലും ഒരു ജോലി തന്നാൽ മതി. എന്നും നിന്നെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ. പിന്നെ നിന്റെ മസാജ് ടെക്നിക്കൊക്കെ ഇപ്പോൾ ഞാനും കുറെ പഠിച്ചു. ഞാൻ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ ചേച്ചി പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാ എൻ്റെ സ്ഥാപനത്തിലോ? കൊള്ളാം. എന്നിട്ട് വേണം നിന്റെ അമ്മ എന്നെ പിടിച്ച് തള്ളാൻ. ഞാൻ പറഞ്ഞു, ഡി അമ്മയോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സെറ്റാക്കിക്കോളാം, അമ്മ സമ്മതിക്കും. പോവാ, നിന്റെ അമ്മ സമ്മതിച്ചത് തന്നെ. പിന്നെ എന്തായാലും നിനക്ക് വേണമെങ്കിൽ ഞാൻ അവിടെ ജോലിയൊക്കെ തരാട്ടോ. ഇനി നിനക്ക് ഞാൻ ജോലി തന്നില്ല എന്ന ദേഷ്യം എന്നോട് വേണ്ട, ചേച്ചി ഒരു ചിരിയോടെ പറഞ്ഞു. നീ എന്നെ അവിടെ ജോലിക്ക് എടുത്തില്ലെങ്കിൽ കാണാമായിരുന്നു. ഞാൻ നിന്നെ പിടിച്ചിടിക്കും. പിന്നെ അത് ഞാൻ. അതും പറഞ്ഞ് ഞാൻ ചേച്ചിയുടെ കയ്യിൽ ഒരു നുള്ളു കൊടുത്തു. ഇതാ ചെക്ക, നിന്നെ ഉണ്ടല്ലോ എന്നും പറഞ്ഞു ചേച്ചി എൻ്റെ കയ്യിൽ കടിച്ചു. അപ്പോൾ ഞാൻ ആ മുഖം പിടിച്ച് എൻ്റെ മുഖത്തോട് ചേർത്ത് ഒന്ന് കൊടുത്തു. പെട്ടെന്ന് ചേച്ചി എന്നെ തള്ളി മാറ്റി. എന്നിട്ട് പറഞ്ഞു, ഡാ മതി, ഞാൻ നിന്റെ ചേച്ചിയാടാ. അതിൻ്റെ ഒരു ബഹുമാനമൊക്കെ തന്നോടെ എൻ്റെ അനിയൻ കുട്ട. അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അവൾക്കറിയാം അവൾ എന്നെ അനിയൻ കുട്ട എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന്. എന്നെ ദേഷ്യം പിടിപ്പിക്കാനാണ് അവൾ അങ്ങനെ വിളിക്കുന്നത്. ഞാൻ അവളെ എട്ടിപ്പോടി എന്നൊക്കെ വിളിച്ചു. ഞാൻ അനിയനല്ല, നിന്റെ കെട്ടിയോനാ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾ എന്നെ കളിയാക്കി അനിയൻ കുട്ട എന്ന് കുറെ തവണ വിളിച്ചു. പിന്നെ ഞങ്ങൾ തമ്മിൽ അടിപിടിയായി.